പേര് സച്ചിൻ. എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ജോലികൾ അന്വേഷിച്ച് നടന്നു. ഒന്നും റെഡിയായില്ല. അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ അതിൽ പോയി പങ്കെടുത്തു. ഞാൻ അതിൽ വിജയിച്ചു. അങ്ങനെ എനിക്ക് ബാംഗ്ലൂർ ഒരു മാളിൽ ഒരു ഷോപ്പിൽ ജോലി റെഡിയായി. വലിയ ഷോപ്പായിരുന്നു. തുണികളും കുട്ടികളുടെ ടോയ്സ് എല്ലാമായി ഒരു വലിയ ഷോപ്പായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പേര് ജോലിക്കുണ്ട്. അവരോടെല്ലാം ഞാൻ നല്ല കൂട്ടുകെട്ടായി. അവിടെ നിന്ന് ഞാൻ പുതിയ ലോകവും പുതിയ ആൾക്കാരെ കണ്ടു തുടങ്ങി. ഓരോരുത്തരും ഓരോരോ ടൈപ്പ് ആൾക്കാർ. ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാമായി ഒരുപാട് പേരുണ്ടായിരുന്നു. ഷോപ്പിൻ്റെ മുതലാളി എല്ലാവർക്കും നല്ല ഫ്രീഡം കൊടുത്തു പോയിരുന്നത്. ജോലിക്കിടയിൽ ഒരു സിഗരറ്റ് വലിക്കാൻ പോകണമെങ്കിൽ പറഞ്ഞാൽ നമ്മളെ വിടും. അത്ര നല്ല സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മാനേജർ. ഞാൻ അവിടെ ഒരുപാട് പേരായി കൂട്ടായി. അവരോടൊപ്പം ചിരിച്ചും കളിച്ചും ദിവസം കടന്നുപോയി. അവിടെ ബിൽഡിങ്ങിലിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി മാത്രം ആരോടും വലിയ കൂട്ടില്ല. അത് എല്ലാവരോടും എപ്പോഴും പറയും. ആ ചേച്ചിയുടെ ഹസ് മരിച്ചു പോയതാണ്. അവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. അതെല്ലാം അവരെന്നോട് പറഞ്ഞു. ഞാൻ ആ ചേച്ചിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എപ്പോഴും മുഖത്ത് ഒരു വിഷമമാണ്. ഞാൻ റിസപ്ഷൻ ചെല്ലുമ്പോൾ ഈ ചേച്ചി കമ്പ്യൂട്ടർ നോക്കി ഓരോ ജോലി ചെയ്തിരിക്കുന്നത് കാണാം. എപ്പോഴും മുഖത്ത് ഒരു സങ്കടമാണ്. ഇടയ്ക്കിടയ്ക്ക് ടവൽ കൊണ്ട് കണ്ണുനീർ ഒക്കുന്നത് വരെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവിടെ ഉള്ളവരെ എങ്ങനെ ചിരിപ്പിച്ചു നിൽക്കും. ഒരു ദിവസം ചായ കുടിക്കാൻ ഞാനും അവിടെയുള്ള ചേച്ചിമാരും കൂടി ഇരിക്കുമ്പോൾ അവിടെയുള്ള ചേച്ചി എന്നോട് പറഞ്ഞു, ആ റിസപ്ഷനിൽ ഇരിക്കുന്നവളെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുമോ എന്ന്. അപ്പോഴാണ് ആ ചേച്ചിയുടെ കഥ അറിയുന്നത്. ഇതെല്ലാം ഞാൻ പിന്നീട് എപ്പോഴും ആ ചേച്ചിയോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറയുന്നതിന് മാത്രമേ മറുപടി എനിക്ക് കിട്ടുകയുള്ളൂ. അധികമായി ഒന്നും സംസാരിക്കാൻ നിൽക്കില്ല അവർ. ആ ചേച്ചിയുടെ പേര് വിനീത. ഒരു 32 വയസ്സ് കാണും. അവളാണ് ഈ കഥയിലെ നായിക. ചേച്ചിയെ കാണാൻ നല്ല തടിച്ചിട്ടാണ്. ഞാൻ ചേച്ചിയെ ചിരിപ്പിക്കാൻ ഓരോന്നും സംസാരിച്ച് അടുത്ത് കൂടിക്കൂടി അവസാനം ചേച്ചി എന്നോട് ഓരോന്നും സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതെല്ലാം വിട്ടുകള ചേച്ചി, എല്ലാം ദൈവത്തിൻ്റെ ഒരു കളിയല്ലേ എന്നൊക്കെ ഡയലോഗ് അടിച്ച് ഞാൻ ചേച്ചിയെ സമാധാനിപ്പിച്ചു. ദിവസം കടന്നുപോയി. ചേച്ചി സംസാരിക്കും, പക്ഷേ ഒന്ന് ചിരിക്കാൻ പാടില്ല എന്ന പ്രതിജ്ഞയായിരുന്നു. അവസാനം ഞാനും ചേച്ചിയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി തുടങ്ങി. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ചേച്ചി സ്കൂട്ടറിൽ വന്ന് എൻ്റെ അടുത്ത് നിർത്തി. ബസ് സ്റ്റോപ്പിൽ കയറാൻ പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ ഒപ്പം വണ്ടിയിൽ കയറി. ഞാൻ പോകുന്ന വഴിക്ക് ചേച്ചിയോട് ഓരോന്ന് സംസാരിച്ചു. ചേച്ചി പുറത്തൊരു ബാഗ് ഇട്ടിട്ടുണ്ട്. പിന്നീട് അതൊരു പതിവായി. എന്നും എന്നെ ബസ് സ്റ്റോപ്പിൽ ചേച്ചി കൊണ്ടുവിടും. ഒരു ദിവസം ചേച്ചിയോട് ഞാൻ വാട്സപ്പ് നമ്പർ ചോദിച്ചു. ചേച്ചി എനിക്ക് നമ്പർ തന്നു. ഞാൻ വീട്ടിൽ പോയി ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. ഒരു റിപ്ലൈ ഇല്ല. പിറ്റേന്ന് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ അങ്ങനെ വാട്സപ്പ് ഉപയോഗമൊന്നുമില്ല എന്നൊക്കെ. എന്നാലും ഞാൻ എന്നും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എല്ലാം അയക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ സാറ് എന്നെ ഓഫീസിൽ വിളിച്ചു. എന്നെയും കുറച്ച് ആൾക്കാരെ ഞങ്ങളുടെ തന്നെ വേറെ ഷോപ്പിൽ മാറ്റാൻ പോവാണ് എന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് വളരെ വിഷമമായി. ഞാനും കുറച്ച് ഹിന്ദിക്കാരായിരുന്നു ഒരു ലിസ്റ്റിലുള്ളത്. വിഷമത്തോടെ ഞാൻ നിന്നു. സാറ് ഞങ്ങളോട് നാളെ തന്നെ അവിടെ ജോലിക്ക് കയറാൻ പറഞ്ഞു. ഞങ്ങൾ നല്ല ജോലിക്കാരായതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയത്. അവിടെ ഉള്ളത് പുതിയ ആൾക്കാരാണ്. അവർക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പക്ഷേ വിനീത ചേച്ചി മാത്രം ഒന്നും പറഞ്ഞില്ല. ഞാനും അവരും കൂടെ പുതിയ ഷോപ്പിലെത്തി. അവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നും പഴയ സ്ഥലത്തെ ആൾക്കാർ മെസ്സേജ് എല്ലാം അയക്കും. ഒരു ദിവസം രാവിലെ എനിക്ക് ഓഫായ ദിവസമായിരുന്നു. അന്ന് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. എടാ, നിനക്ക് അവിടെ സുഖമാണോ? ഇത്രയേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അത് വിനീത ചേച്ചിയായിരുന്നു. ഞാൻ സുഖമാണ് ചേച്ചി എന്ന് ഒരു മറുപടി അയച്ചു. ഒപ്പം കണ്ണു നിറഞ്ഞ ഒരു വാട്സപ്പ് സ്റ്റിക്കറും അയച്ചു. അത് കണ്ടപ്പോൾ ചേച്ചി എന്നെ വിളിച്ചു. എടാ, നിനക്ക് അവിടെ ഇഷ്ടമായില്ലേ? ഞാൻ പറഞ്ഞു, ആയി ചേച്ചി. അപ്പോൾ വിനീത ചേച്ചി, സത്യം പറഞ്ഞേ എനിക്ക് ഇഷ്ടമായില്ല ചേച്ചി. ഇവിടെ ആരും വലിയ കൂട്ടില്ല. നിനക്ക് ഇങ്ങോട്ട് വരണോ? വരണം ചേച്ചി, പ്ലീസ്. നീ വിഷമിക്കേണ്ട, ഞാൻ സാറിനോട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, താങ്ക്സ്. പിറ്റേന്ന് എൻ്റെ അവിടുത്തെ സാറ് വന്ന് എന്നോട് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പിറ്റേന്ന് അവിടെ എത്തി. എന്നെ കണ്ടപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായി. ഞാൻ നേരെ വിനീത ചേച്ചിയുടെ അടുത്ത് പോയി താങ്ക്സ് എല്ലാം പറഞ്ഞു. ചേച്ചി അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ വീണ്ടും പഴയ പോലെയായി സന്തോഷത്തിൻ്റെ നാളുകൾ. ഒരു ദിവസം ഞാൻ ചേച്ചിയോട് ഹസ് കാര്യം ചോദിച്ചു. ചേച്ചി അവരുടെ കാര്യമെല്ലാം പറഞ്ഞു. പിന്നീട് ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായി. ഒരു ദിവസം ചേച്ചി എന്നെ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ ചേച്ചിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവരെയെല്ലാം ഞാൻ പരിചയപ്പെട്ടു. അവരോട് ചേച്ചി എന്നെ പറ്റി മുൻപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദിവസം മാസം കടന്നുപോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു. ഞാനും ചേച്ചിയും കൂടി പാർക്കിങ്ങിൽ നിന്ന് നല്ല മഴയായിരുന്നു. ഞാൻ ചേച്ചിയോട് ഓരോന്ന് സംസാരിച്ചു. ഞാൻ പതുക്കെ ഒരു വിഷയം എടുത്തിട്ടു. ചേച്ചി
ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി എന്നെ വഴക്ക് പറയും. ചേച്ചി എന്താ കാര്യം അത് പറ. ചേച്ചിയുടെ മുഖത്ത് എന്താ എപ്പോഴും ഒരു ഫീലിങ്സ്? അതൊന്നുമില്ല. പറ ചേച്ചി, എന്നോടല്ലേ. അത് ഹസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. അത് പറഞ്ഞ് ചേച്ചി കരച്ചു തുടങ്ങി. ഞാൻ കരയേണ്ട ചേച്ചി, എന്താ ഉണ്ടായത്? എന്തിനാ നിങ്ങൾ പിരിഞ്ഞത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, പിരിഞ്ഞതല്ല, പിരിയിച്ചതാണ്. ആര്? വിധി, അല്ലാതെ ആരാ? ചേച്ചി കാര്യം പറഞ്ഞതാ. എന്താ ഉണ്ടായത്? ഞാനും ചേട്ടനും തമ്മിൽ പ്രണയിച്ച് വിവാഹം ചെയ്തതാണ്. അത്ര ഹാപ്പി ആയിരുന്നു പ്രണയകാലം. നല്ല മനുഷ്യനായിരുന്നു, മാന്യനായിരുന്നു ഏട്ടൻ. എൻ്റെ അനുവാദമില്ലാതെയോ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടാതെയോ എൻ്റെ ദേഹത്ത് തൊടില്ല. അത്രയും നല്ല മനുഷ്യനെ ദൈവം തിരിച്ച് അങ്ങോട്ട് വിളിച്ചത്. ചേച്ചി എന്താ പറയുന്നത്? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായ വാഹന അപകടമായിരുന്നു അതിൽ ചേട്ടനെ എനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ചേച്ചി ഇപ്പോഴും കന്യകയാണോ? എന്തുവാ? ചേച്ചി ഇപ്പോഴും കന്യകയാണോ എന്ന്. അതല്ല, ചേച്ചിക്കൊരു സെക്കൻഡ് മാരേജ് നോക്കിക്കൂടെ? എൻ്റെ മനസ്സിൽ ഇപ്പോഴും റെഡി ആയിട്ടില്ല. മഴ കുറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് പോവാമെന്ന്. അങ്ങനെ ഞാനും ചേച്ചിയും സ്കൂട്ടറിൽ കയറി. വണ്ടി ചേച്ചിയുടെയാണ്. വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തു പോയപ്പോൾ വീണ്ടും മഴ തുടങ്ങി. ചേച്ചി ഇനി നിർത്തണ്ട, കത്തിച്ച് വിട്ടോ. ശരി. ചേച്ചി വണ്ടി സ്പീഡിൽ ഓടിപ്പിച്ച് കൊണ്ടുപോയി. പെട്ടെന്ന് വണ്ടി ഒന്ന് ചാടിയപ്പോൾ ഞാൻ പതുക്കെ ചേച്ചിയുടെ തോളിൽ ഒന്ന് പിടിച്ചു. അപ്പോൾ തന്നെ ഞാൻ സോറി പറഞ്ഞു. എന്തിനു സോറി? നീ നല്ലവണ്ണം പിടിച്ചിരുന്നു, അല്ലെങ്കിൽ തെറിച്ച് വീണുപോകും, വല്ല പ്രശ്നവും ആവും. ഞാൻ ചേച്ചിയുടെ 2 ഷോൾഡറിൽ കൈവച്ചിരുന്നു. റോഡിൽ ആകെ മഴ കാരണം ഇരുട്ട് മൂടി. ഞാനും ചേച്ചിയും ആകെ നനഞ്ഞു. പെട്ടെന്ന് ചേച്ചി വണ്ടി നിർത്തി. എടാ, നിന്നെ വീട്ടിലിറക്കിയാൽ മതിയോ? എന്തായാലും നനഞ്ഞില്ലേ? വേണ്ട ചേച്ചി. ചേച്ചി എന്നാ ശരി. 2 കാലും നിലത്ത് കുത്തിയെന്ന് ചേച്ചിയുടെ ചുരിദാർ ടോപ്പ് വലിച്ച് റെഡിയാക്കിയിട്ട്. മഴ നനഞ്ഞ കാരണം അത് ശരിക്കും ചേച്ചിയുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ചേച്ചി എന്നിട്ട് വീണ്ടും വണ്ടിയെടുത്ത് ഞാൻ ചേച്ചിയോട് പറ്റിച്ചേർന്നിരുന്നു. ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞു, ചേച്ചി പണി കിട്ടിയെന്ന് തോന്നുന്നു. എന്താടാ? പനി പിടിച്ചെന്ന് തോന്നുന്നു. അയ്യേ, നാണമില്ലേ ഇതുപോലെ ഒരു മഴ കൊള്ളുമ്പോഴേക്കും പനി വരുന്നു എന്ന് പറയാൻ? ഞാനൊന്ന് ചമ്മി. പിടിച്ചിരിക്കെ, വേഗം വീട്ടിലിറക്കാം. ഞാൻ ശരിക്കും ചേച്ചിയെ പറ്റിച്ചേർന്നിരുന്നു. ഞാൻ ഒരിക്കലും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ച കാര്യം സംഭവിച്ചു. ചേച്ചിയുടെ ബാക്കിൽ തട്ടി എൻ്റെ ഉണർന്ന ഇരുമ്പ് ദണ്ട് പോലെ നിന്നു. എനിക്ക് ആകെ പേടിയായി. ഗട്ടറുകളിൽ ചാടുമ്പോൾ ചേച്ചിയുടെ ബാക്കിൽ പതിഞ്ഞു നിൽക്കാനും തുടങ്ങി. കുറേ നേരം അങ്ങനെ ഇരുന്നു. ചേച്ചിയും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചു ഫോണിൽ. അവൻ കാറും കൊണ്ട് വന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വണ്ടി ഒരു സൈഡിൽ ഒതുക്കി. ചേച്ചി നാളെ കാണാമെന്ന് പറഞ്ഞു. ശരി, നീ നാളെ വാ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇവനുള്ളത് കൊണ്ട് പറയുന്നില്ല എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. ഞാൻ വേഗം ഇറങ്ങി കാറിൽ കയറി പോകുന്ന വഴിക്ക് അവൻ ചോദിച്ചു, ഏതാടാ അളിയ ഈ മോഡല്? ഷോപ്പിലുള്ള ചേച്ചിയാണടാ. സെറ്റായോ? നീ ഒന്ന് മിണ്ടാതെ ഇരിക്കേ. ഞാൻ വീട്ടിലെത്തി ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് പോയി കുളിച്ചു. രാത്രിയായി. ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ റൂമിൽ വന്ന് കിടന്നു. വാട്സപ്പ് ഓൺ ചെയ്തപ്പോൾ ചേച്ചിയുടെ മെസ്സേജ്. എടാ, നീ വീട്ടിലെത്തിയോ? വീട്ടിലെത്തി ചേച്ചി. വീട്ടിലെത്തിയാൽ ഒന്ന് വിളിച്ചു പറയേണ്ട മര്യാദയില്ലേ? സോറി ചേച്ചി. നിനക്ക് ലവറുണ്ടോ? ഇല്ല. എന്താ? വീട്ടുകാരുടെ ഒരു കല്യാണം കഴിപ്പിച്ച് തരാൻ വേഗം പറഞ്ഞോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിന്? നിനക്ക് കൺട്രോൾ തീരെ കുറവാണ്. സോറി ചേച്ചി, മനഃപൂർവ്വമല്ല, പെട്ടെന്നായതാണ്. പോട്ടെ, നീ കഴിച്ചോ? കഴിച്ചു ചേച്ചി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ചേച്ചിയുടെ ഒരു ഫോട്ടോ അയക്കുമോ? എന്തിനാ? ചുമ്മാ കാണാൻ ചേച്ചിയെ. അപ്പോൾ തന്നെ ചേച്ചി ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. കുളി കഴിഞ്ഞ് മുടിയെല്ലാം അഴിച്ചിട്ട് ഒരു വട്ടപ്പൊട്ട് തൊട്ടിട്ടുണ്ട്. ഞാൻ, ചേച്ചി നാടനാണല്ലേ? അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്ത് നാടൻ സ്റ്റൈലാണല്ലേ എന്ന്. അതാ എനിക്കിഷ്ടം. തടി കുറച്ച് കൂടുതലാണ്, കുറച്ചുകൂടെ. കുറേ പേരായി പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നല്ല പോലെ ഫുഡ് കഴിക്കുമല്ലേ? അതെങ്ങനെ മനസ്സിലായത്? ബാക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അയ്യേ, നല്ല പോലെ ഫുഡ് കഴിക്കുന്നവരുടെ ഇത്ര വലുതായി നിൽക്കുക. ചേച്ചി അപ്പം ചേച്ചി ഇനിയൊരു മാരേജ് നോക്കുന്നില്ലേ? ഇല്ലടാ, ഞാൻ ചേച്ചിയേക്കാൾ ചെറുതായിപ്പോയി. അല്ലേ ഞാൻ കെട്ടിയതിന് ചേച്ചി. അതെന്താ അങ്ങനെ പറഞ്ഞേ? ചേച്ചി ഇത്ര നല്ലൊരു ക്യാരക്ടറാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. നീ ആൾ കൊള്ളാലോ. എടാ, എനിക്ക് ഉറക്കം വരുന്നു. ഓക്കെ ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലവ് യു ചേച്ചി. ഓഹോ, അതുവരെ ആയോ? ലവ് എന്ന് പറഞ്ഞാൽ പ്രേമം എന്ന് മാത്രമല്ല, സ്നേഹം എന്നും കൂടി അർത്ഥമുണ്ട്. ശരി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഉമ്മയോ? ഉമ്മ എന്ന ചുണ്ടിൽ മാത്രമല്ല, അനിയന് കവളിലും കൊടുക്കാം. ചേച്ചി പുലിയാണല്ലേ?
ചെറിയ രീതിയിൽ. ശരി, ഞാൻ ഉറങ്ങാൻ പോവാണ്. ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ഓൺലൈനിൽ നിന്നും പോയി. ഞാൻ ചേച്ചി അയച്ചു തന്ന ഫോട്ടോസ് എല്ലാം നോക്കി കിടന്നു. എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് തുടങ്ങി. ഞാൻ മൊബൈലും കൊണ്ട് ബാത്റൂമിൽ കയറി ചേച്ചിയുടെ ഫോട്ടോസ് നോക്കി ഞാൻ സ്വയം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നൊരു ചീറ്റലുമായിരുന്നു. ഇത്രയും കാലം ഒരു പെണ്ണിനെയും ആലോചിച്ച് അടിക്കുമ്പോൾ ഇതുപോലെ ഒരു സുഖം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് നേരം ഞാൻ അതിൽ മതിമറന്നു നിന്നു. അവസാനം ഞാൻ റൂമിൽ വന്ന് കിടന്നു. പിന്നീട് ചേച്ചിക്ക് മെസ്സേജ് അയക്കാൻ നിന്നില്ല. ഒരു കുറ്റബോധമായിരുന്നു. പിറ്റേന്ന് ജോലിക്ക് പോയി ചെന്നപ്പോൾ സാധാരണ പോലെ ചേച്ചി റിസപ്ഷനിൽ ഇരിക്കുന്നു. ഞാൻ ചേച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു. നേരെ ജോലിക്ക് കയറി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരം ഞാൻ ചേച്ചിയെ വിളിച്ചു. ഞാനും ചേച്ചിയും കൂടി ക്യാൻറ്റീനിൽ പോയി. ഇന്നെന്താ ചേച്ചി ലിപ്സ്റ്റിക് ഇട്ടില്ലേ? ഇട്ട് മാഞ്ഞു പോയതാണ്. എങ്ങനെ? അതൊരു പൊട്ടന് ഉമ്മ തന്നപ്പോൾ മാഞ്ഞു പോയി. അത് ഞാനാണോ? അതെ. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ ചേച്ചിയേക്കാൾ മുതിർന്നതാണ് ചേച്ചി. ഞാൻ ചേച്ചിയെ കെട്ടിക്കൊണ്ട് പോയേനെ. കൊള്ളാലോ ആഗ്രഹം. സീരിയസ് ആയി ഞാൻ പറയുന്നത്. പക്ഷേ നീ എന്നേക്കാൾ താഴെയല്ലേ? അതെ. പിന്നെ എന്താ ചെയ്യുക? അറിയില്ല. അപ്പോൾ ആ ആഗ്രഹം അങ്ങ് മറക്കാം. അതല്ലേ നല്ലത്. ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. പക്ഷേ നടന്നില്ലെങ്കിലും എനിക്ക് മനസ്സിൽ കൊണ്ട് നടക്കാം ആ ഇഷ്ടം. നീ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നത്? എനിക്കങ്ങനെ തോന്നി, അതാ. എനിക്ക് ഇത്ര കാലമായിട്ടും ഒരു ചീത്ത പേര് കേട്ടിട്ടില്ല. നീ ആയിട്ട് അതിനൊരു വഴി ഉണ്ടാക്കി തരുമോ? ഇല്ല ചേച്ചി, സത്യം. അങ്ങനെ ഞാനും ചേച്ചിയും ഫുഡ് കഴിച്ച് ഷോപ്പിൽ പോയി. ഞാൻ നേരെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പം സംസാരിച്ചിരുന്നു. ചേച്ചി നേരെ റിസപ്ഷനിൽ പോയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയെ നോക്കി നിന്നു. ചേച്ചി എന്നെയും നോക്കുന്നുണ്ട്. അന്ന് തിരക്ക് കുറവായിരുന്നു ഷോപ്പിൽ. 3-4 കസ്റ്റമറേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കൂടെ പോയപ്പോൾ കമ്പനിയിൽ ജോലിക്കാർ മാത്രമായി. ഞാൻ ജോലിക്കാരുടെ ഒപ്പം സംസാരിച്ച് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ചേച്ചിയെ നോക്കും. ചേച്ചി എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. കുറച്ച് ഗൗരവമുണ്ട് മുഖത്ത്. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നടന്ന് ചേച്ചിയുടെ അടുത്ത് പോയി. ചേച്ചി, എന്താ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ലടോ. കാര്യം പറ, എന്താ സംഭവം? നീ ഇന്ന് എന്നോട് പറഞ്ഞത് സീരിയസ് ആയി പറഞ്ഞതാണോ? അതെ ചേച്ചി, നമുക്ക് തമ്മിൽ ഒരു കല്യാണം കഴിക്കാൻ പോലും പറ്റില്ല. പിന്നെ എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ചേച്ചിയോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇത് ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാവും. നമുക്ക് നിന്നേക്കാൾ എത്ര വയസ്സിന് മൂപ്പാണ് ഞാൻ. അതിന് ആരും അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞാലുള്ള കാര്യം ആണ് ഞാൻ പറഞ്ഞത്. അതിന് ഇതൊരാൾ പോലും അറിയില്ല ചേച്ചി. ചേച്ചി ടെൻഷൻ അടിക്കല്ലേ. നീ പൊയ്ക്കോ, പിന്നെ സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ പോട്ടെ. അന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചേച്ചി എന്നെ വണ്ടിയിൽ കൊണ്ട് പോകുന്നതിനിടയിൽ ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ വന്നു ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. ചേച്ചി, ഫുഡ് കഴിച്ചോ? കഴിച്ചു. നീ കഴിച്ചോ? ആ ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? എനിക്ക് ചേച്ചിയെ ഇഷ്ടമാണ്. എന്തിഷ്ടം? അത് എനിക്കറിയില്ല. എടാ, ഇതൊക്കെ ആരേലും അറിഞ്ഞാലുള്ള അവസ്ഥ നീ ചിന്തിച്ച് നോക്കിയോ? അതൊന്നും എനിക്കറിയില്ല ചേച്ചി. ആരേലും അറിഞ്ഞാൽ നാണം കെട്ട് ജീവിക്കേണ്ടി വരും നമ്മൾ. അതിന് ആരും അറിഞ്ഞില്ലല്ലോ. എങ്കിലോ? നീ കിടന്നുറങ്ങി ആവശ്യമില്ലാത്ത ഓരോന്ന് സംസാരിച്ച് പ്രശ്നമാവും. ഇല്ല ചേച്ചി, ഞാൻ സീരിയസ് ആണ്. അയ്യോ വേണ്ട, പ്രശ്നത്തിന് മുകളിൽ വീണ്ടും പ്രശ്നമാവും. ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ട്, പക്ഷേ ഞാൻ അപ്പോൾ തന്നെ സാധാരണ പൈങ്കിളി പരിപാടി ചെയ്തു. ഒരു ബ്ലേഡ് എടുത്ത് കയ്യിൽ മുറിച്ചു. അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചു. എടാ, നീ എന്താ ഈ കാട്ടി കൂട്ടുന്നത്? ഐ ലവ് യു ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിറ്റേന്ന് ജോലിക്ക് പോയില്ല. രാവിലെ ഒരു 10 മണി ആയപ്പോൾ എഴുന്നേറ്റത്. 10 മണി ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ തന്നെ സാറിനെ വിളിച്ച് ലീവ് പറഞ്ഞു. നോക്കിയപ്പോൾ 150 മിസ് കോൾ ഉണ്ടായിരുന്നു. ആരുടേത്? നമ്മുടെ ചേച്ചിയുടെ. ഒരു ഉച്ച ആയപ്പോൾ ചേച്ചി എന്നെ വിളിച്ചു. ചേച്ചി ഉച്ചയ്ക്ക് ശേഷം ലീവാണ്, ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വീടിനടുത്ത് ഒരു പാർക്കിലേക്ക് ചേച്ചിയെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോയി. നീ ഇന്നലെ എന്ത് പരിപാടിയാണ് ചെയ്തത്? നിനക്ക് തീരെ ബുദ്ധിയില്ലേ? നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ തോന്നി ചെയ്യാൻ. ആരോരുമില്ലാത്ത ചേച്ചിയെ സംരക്ഷിക്കാൻ തോന്നി. ഒരു കാര്യം പറയട്ടെ, നമുക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ പോലും കഴിയില്ല. അതെനിക്കറിയാം ചേച്ചി. പക്ഷേ എനിക്ക് ചേച്ചിയെ അത്രയും ഇഷ്ടമാണ്. അതും പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യെ പതുക്കെ ചേച്ചിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ചേച്ചി ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചേച്ചിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. ചേച്ചി കണ്ണിമ വെട്ടാതെ എന്നെയും നോക്കിയിരുന്നു. ഞാൻ ചേച്ചിയുടെ ചുണ്ടിലേക്ക് എൻ്റെ ചുണ്ട് അടുപ്പിച്ചു കൊണ്ടുപോയി. എൻ്റെയും ചേച്ചിയുടെയും ചുണ്ട് ഒരു കടലാസ് വീതി മാത്രമേ അകലമുള്ളൂ. പെട്ടെന്ന് ചേച്ചി മുഖം മാറ്റി. എടാ വേണ്ട, ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവും. നിനക്ക് ഇനിയും ജീവിതമുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലീസ് ചേച്ചി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ അതിനാരും വരില്ല, പ്ലീസ്. ചേച്ചി അപ്പോഴും പറഞ്ഞു, വേണ്ട,
ഇതൊന്നും ശരിയാവില്ല. അതും പറഞ്ഞ് ചേച്ചി എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ ചേച്ചി അവിടെയില്ല. ചേച്ചി അന്ന് ലീവായിരുന്നു. ഞാൻ ആകെ വിഷമിച്ചിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കോൾ, എടാ നീ ഇന്ന് ജോലിക്ക് കയറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കയറി. ചേച്ചി എന്താ ഇന്ന് വരാഞ്ഞേ? നീ ബാഗ് എടുത്ത് അവിടെ നിന്ന് മുങ്ങി ബസ് സ്റ്റോപ്പിൽ വാ. സാറ് വന്നാൽ കുഴപ്പമാവുമോ? ഇല്ല, അത് ഞാൻ നോക്കാം, നീ വേഗം വാ. ഞാൻ ബാഗും എടുത്ത് അവിടെ നിന്ന് മെല്ലെ ആരും കാണാണ്ട് മുങ്ങി. എന്നിട്ട് ചേച്ചിയെ വിളിച്ചു. ചേച്ചി, ഞാൻ അവിടെ നിന്ന് ചാടിട്ടോ. നീ നിൻ്റെ വീട്ടിലേക്ക് വായോ. ഞാൻ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഞാൻ കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്നത് ചേച്ചി തന്നെയാണ്. ചേച്ചി വാതിൽ തുറന്ന് എന്നെ കണ്ടത് പിന്നെ മുഖത്തൊരു പേടിയായിരുന്നു. ചേച്ചി അവിടെ നിന്ന് ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് എന്നോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് നേരെ കയറിപ്പോയി. കുടിക്കാൻ ചായ എടുക്കാം, നീ ഇവിടെ ഇരിക്കേ. ചേച്ചി അതും പറഞ്ഞ് അകത്തേക്ക് പോയി. ചേച്ചി പോകുമ്പോൾ ഞാൻ ചേച്ചിയുടെ തടിച്ചു കൊയ്ത്ത വലിയ ബാക്കിൽ നോട്ടം കൊടുത്തു. തടിച്ചു വിരിഞ്ഞു നിൽക്കുന്നു. നടക്കുമ്പോൾ തുള്ളി കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. ചേച്ചി ചായ എടുക്കുകയായിരുന്നു. ഞാൻ പിന്നിലൂടെ ചെന്ന് ചേച്ചിയുടെ പുറകിൽ നിന്ന് ചേച്ചിയുടെ അരക്കെട്ട് വഴി അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ തന്നെ ചേച്ചി ഞെട്ടിത്തിരിച്ചു എന്നെ നോക്കി. എടാ വിട്ടേ നീ, പ്ലീസ് ചേച്ചി. എന്ത് ചേച്ചി, പ്ലീസ് ചേച്ചി, നീ വിട്ടേ എന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞു, എനിക്ക് ചേച്ചിയെ അത്ര ഇഷ്ടമായത് കൊണ്ടാണ്. ഈ ഇത്രയുള്ള ഇഷ്ടം നമുക്ക് തമ്മിൽ വേണോ? ഇത് ഒരിക്കലും മൂന്നാമതൊരാൾ അറിയില്ല. പ്ലീസ് ചേച്ചി, ചേച്ചി എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാൻ അതും പറഞ്ഞ് ചേച്ചിയുടെ കണ്ണിലേക്ക് നോക്കി. ചേച്ചി പെട്ടെന്ന് മാറിപ്പോയി. എനിക്കാകെ എന്തോ പോലെയായി. ചേച്ചി എനിക്ക് വാങ്ങി തരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ചേച്ചി നേരെ റൂമിലേക്ക് പോയി. ഞാൻ അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഞാനും രണ്ടും കൽപ്പിച്ച് റൂമിലേക്ക് നടന്നു. ചെന്നപ്പോൾ റൂം വാതിൽ ചാരിയിട്ടിരിക്കുന്നു. ചേച്ചി ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി വൈറ്റ് കളർ നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പുറത്തു നിന്ന് ചേച്ചിയെ വിളിച്ചു. ചേച്ചി എന്നെ നോക്കി. ചേച്ചിയുടെ മുഖത്ത് പേടി എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ചേച്ചിയുടെ മുറിയിലേക്ക് കടന്നു. ചേച്ചിയെ നോക്കി നിന്നു. ഞാൻ വാതിൽ കുറ്റി ഉള്ളിൽ നിന്നും അടച്ചു. ചേച്ചി തല കുനിച്ചു അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചെന്ന് ചേച്ചിയുടെ മുഖം മെല്ലെ ഉയർത്തി. എടാ വേണ്ട, അതും പറഞ്ഞ് ചേച്ചി മുഖം മാറ്റി. എനിക്ക് എന്നെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ പറ, ഞാൻ പോവാം. അതല്ല, ആരേലും ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഇനിയും ജീവിതമുള്ളതാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് ഒരുമിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് വേണ്ട. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു ചേച്ചിയെ. എൻ്റെ ഭാര്യയാക്കി ജീവിക്കാനല്ലേ ഈ സമൂഹം സമ്മതിക്കാത്തത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ഒന്നിക്കാം. അത് വേണ്ട. ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. അതിൻ്റെ കൂടെ ഇതും കൂടി ആരെങ്കിലും പറഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാകും. ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? വേണ്ട, ഞാൻ ഇതും പറഞ്ഞു വരില്ല. വിശ്വാസമില്ലാതെയല്ല, ആരെങ്കിലും പറഞ്ഞാൽ അതാ പേടി. ചേച്ചിയുടെ ഒപ്പം ഞാനുണ്ടാവും എന്തുണ്ടായാലും. അതുപോലെ ചേച്ചിക്ക്. പിന്നെ ചേച്ചിയോ ഒന്നും പറയാൻ നിന്നില്ല. കേൾക്കാൻ ഞാനും. ഞങ്ങൾ രണ്ടുപേരും ബെഡിലേക്കിരുന്നു. പിന്നെ ഞങ്ങളുടേത് മാത്രമായ നിമിഷങ്ങൾ രണ്ടാളുടെയും ആദ്യ അനുഭവമായിരുന്നു. ആ ഉയർന്ന താഴ്ചകൾ വേദനയോടെ ഞങ്ങൾ ആസ്വദിച്ചു. ഒടുവിൽ പരസ്പരം ഒന്നായി കലർന്നു.